സമാനതകളില്ലാത്ത അവഗണനയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഐക്യ കേരള പിറവിക്ക് ശേഷം ഇത്രയും ക്രൂരമായ പ്രതികാര മനോഭാവത്തോടെയുള്ള കേന്ദ്ര നടപടി ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഇതിനെതിരെ സംസ്ഥാനമാകെ പ്രതിഷേധമാണ്. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പോലും ക്രൂരമായ ഈ അവഗണന കണ്ടില്ലെന്ന് നടിക്കാനായില്ല. CPM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളും തൊഴിലാളി യുവജന സംഘടനകളുമെല്ലാം സംസ്ഥാനമെങ്ങും പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തി. എന്നാൽ നമ്മുടെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ സ്ഥിതി എന്താണ്? ഞങ്ങളും പ്രതിഷേധിച്ചു എന്ന് വരുത്താൻ ഒരു പ്രകടനം പോലും നടത്താൻ ഈ പാർട്ടികൾ തയ്യാറായില്ല. ബഡ്ജറ്റ് ദിവസം ഓരോ പ്രസ്താവന ഇറക്കിയതല്ലാതെ മറ്റൊന്നുമില്ല. നാഴികയ്ക്ക് 40 വട്ടം വാർത്താ സമ്മേളനം നടത്തുന്ന VD സതീശനും K സുധാകരനും മിണ്ടാട്ടമില്ല. സതീശനെ ഓവർടേക്ക് ചെയ്ത് ചെന്നിത്തലജിയും മൗനവ്രതത്തിലാണ്. നാട് നശിച്ചാലും നാട്ടുകാരാകെ ദുരിതത്തിലായാലും കുഴപ്പമില്ല, LDF ഭരണത്തിൽ ഒന്നും നടക്കരുതെന്ന ദുഷ്ടചിന്ത. ആങ്ങള പെങ്ങളെ വയനാട്ടിൽ പട്ടാഭിഷേകം ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് ഒരു മഹാദുരന്തം നടന്നത്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീവ്ര ശ്രമത്തിലാണ്. അതിനായി കേന്ദ്ര പാക്കേജ് ആവശ്യപ്പെട്ടു. 1 രൂപ പോലും അനുവദിച്ചില്ല. പക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് കുലുക്കമില്ല. BJPയുടെ 2 മന്ത്രി പുങ്കവന്മാർ കേരളത്തെയും കേരള ജനതയെ ആക്ഷേപിക്കുകയാണ്. സംഘി നേതാക്കൾ അതിനെ പിന്തുണയ്ക്കുന്നു. അതിനെതിരെ കോൺഗ്രസ് ലീഗ് നേതാക്കൾക്ക് മിണ്ടാട്ടമില്ല. ഇവർ നാടിൻ്റെ ശത്രുക്കളാണ്. BJPയോടൊപ്പം ഇവരെയും കരുതിയിരിക്കണം.